ഒരു ജോലിയും കുറച്ചു കാണരുത്. ശുചീകരണം, അതിപ്പോൾ ഒരു ടോയ്ലറ്റ് ആയാലും വീടായാലും ഇനി പബ്ലിക് നിരത്തായാലും മോശമാണോ? സംഖ്യകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. സംഖ്യയുടെ ചിന്തയിൽ ശുചീകരണമാണ് ഏറ്റവും മോശവും അപമാനകരവുമായ ജോലി. എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അധിക്ഷേപിച്ച പോസ്റ്റിന് തോമസ് ഐസക്കിന്റെ മറുപടിയാണിത്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക് ഒരു ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കലവൂർ സ്കൂളിലെ ടോയ്ലറ്റ് മുമ്പ് ശുചീകരിക്കുന്നതിന്റെ ചിത്രമാണ് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്താണ് അദ്ദേഹം മറുപടിയും നൽകിയത്. കലവൂർ സ്കൂളിൽ സ്കൂൾ പരിസരവുമെല്ലാം വൃത്തിയാക്കിയ ശേഷമുള്ള ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയതാണ്. അവിടെ ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ടോയ്ലറ്റ് കാണണമെന്നാണ്. ക്ലാസ് മുറികളും സ്കൂൾ പരിസരവുമെല്ലാം പരിപൂർണമായി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ടോയ്ലറ്റ് അഴുക്ക് പിടിച്ചു കിടക്കുകയായിരുന്നു. മൂലയ്ക്കിരുന്ന ചൂലെടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ചേർന്നു. തുടർന്ന് ക്ലീനിംഗ് ഉപകരണങ്ങളും ലോഷനും എല്ലാം എത്തി. എല്ലാവരും കൂടി ടോയ്ലറ്റ് പരിപൂർണമായി ശുചീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. ഐസക് പോസ്റ്റിൽ കുറിച്ചു. എന്തായാലും ഈ പോസ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം എടുത്ത് ഒരു ബിരുദൻ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം 4-ാം തീയതി കഴിഞ്ഞാൽ തോമസ് ഐസക്കിൻ്റെ പണി ഇതായിരിക്കും എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ നൽകിയത്. മനോരമ സർവേ തുടർന്ന് സംഖ്യകൾ അർമാദത്തിലാണ്. പത്തനംതിട്ടയിൽ ഞാൻ 3-ാം സ്ഥാനത്താണത്ര. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയാൻ പോകുന്ന കാര്യമല്ലേ, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഒരു സംഖ്യയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ആഫ്റ്റർ ജൂൺ 4th എന്ന ക്യാപ്ഷനോടുകൂടി എക്സിൽ എൻ്റെ പഴയൊരു പടം എന്നെ ടാഗ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ എൻ്റെ പണി ഇതായിരിക്കും എന്നാണ് അയാളുടെ ട്വീറ്റ്. സംഖ്യയുടെ ചിന്തയിൽ ശുചീകരണമാണ് ഏറ്റവും മോശവും അപമാനകരവുമായ ജോലി. എക്സിൽ എൻ്റെ മറുപടി ഇതായിരുന്നു: ഇനി MP ആയാലും ഇല്ലെങ്കിലും ഞാൻ കേരളത്തിൻ്റെ ശുചിത്വ പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായി ഉണ്ടാകും. ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. കലവൂർ ഹൈസ്കൂളിൽ പോയ സമയത്ത് അവിടെ ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണെന്ന് അന്വേഷിച്ചതും അവിടുത്തെ പരിതാപാവസ്ഥ കണ്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങിയതും അതിനെ തുടർന്ന് അവിടെയുള്ളവരെല്ലാം കൂടെ എത്തിയതും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉടനുടനെ എത്തി എന്നുള്ളൊരു സംഭവമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരായാലും ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് ഒരിക്കലും മോശമായി കാണിക്കരുത്. അതിപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കമൻറ്റ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ ഇട്ട ഒരു വ്യക്തി ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടത്. ഒരിക്കലും ഒരു കാര്യങ്ങളും കുറച്ച് കാണിക്കരുത്, ഒരു ജോലിയും കുറച്ച് കാണരുത്. ശുചീകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും പൊതുനിരത്തിൽ പോലും, അല്ലെങ്കിൽ മെറീന ബീച്ച്, ചെന്നൈയിൽ പോയപ്പോൾ മെറീന ബീച്ചിലൊക്കെ അദ്ദേഹം അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അദ്ദേഹം ക്ലീൻ ചെയ്തത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നേതാവ് ഭരിക്കുന്ന ഒരു രാജ്യത്തിൽ ഒരിക്കലും ഒരു പൊതുപ്രവർത്തകനെ, അതും ഒരു മുൻ മന്ത്രിയായിരുന്ന ഒരാളെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുവെങ്കിൽ അത് വളരെ മോശമായി പോയി. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയാണ് ഇത്തരം ഒരു പോസ്റ്റ് ചെയ്തത് എങ്കിൽ, ആ സംഖ്യയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ സംഗതിയാണ്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും അവർ അർഹിക്കുന്ന രീതിയിലുള്ള വിജയം കിട്ടട്ടെ എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങാൻ. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും അവർ അർഹിക്കുന്ന വിജയം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ പോലും അവർക്ക് അവരുടേതായ രീതിയിൽ പൊതുപ്രവർത്തനം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ. ഒന്നും കുറച്ചു കാണരുത്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആ രാഷ്ട്രീയ വ്യത്യാസം നിറഞ്ഞ ചിന്തകൾ മറ്റൊരാളെ അപമാനിക്കാൻ തരത്തിലുള്ളതാകരുത്. അത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞ ഒരു പുതിയ ഇന്ത്യ രൂപീകൃതമാകുന്ന, അല്ലെങ്കിൽ ഒരു പുതിയ സർക്കാർ രൂപീകൃതമാകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതോ ആയിക്കൊള്ളട്ടെ, ഒരു പുതിയ സർക്കാർ രൂപീകൃതമാകുന്ന ഈ വേളയിൽ എല്ലാവരോടും പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.